Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. നമുക്ക് ലെൻസുകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യം നോക്കാം. ഇവിടെ കണ്ണടയുടെ ഒരു ചിത്രം കാണാം. പ്രെസ്ബിയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ബൈഫോക്കൽ ലെൻസുകളിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ. മുകൾ ഭാഗം അടുത്തുള്ള കാഴ്ചയ്ക്ക് കോൺവെക്സും താഴ്ഭാഗം ദൂരക്കാഴ്ചയ്ക്ക് കോൺകേവുമാണ്. ഓപ്ഷൻ ബി. മുകൾ ഭാഗം ദൂരക്കാഴ്ചയ്ക്ക് കോൺവെക്സും താഴ്ഭാഗം അടുത്തുള്ള കാഴ്ചയ്ക്ക് കോൺകേവുമാണ്. ഓപ്ഷൻ സി. മുകൾ ഭാഗം അടുത്തുള്ള കാഴ്ചയ്ക്ക് കോൺകേവും താഴ്ഭാഗം ദൂരക്കാഴ്ചയ്ക്ക് കോൺവെക്സും ആണ്. ഓപ്ഷൻ ഡി. മുകൾ ഭാഗം ദൂരക്കാഴ്ചയ്ക്ക് കോൺകേവും താഴ്ഭാഗം അടുത്തുള്ള കാഴ്ചയ്ക്ക് കോൺവെക്സും ആണ്. ഏതാണ് ശരി? ഒരു ബൈഫോക്കൽ ലെൻസിന്റെ ഘടന പരിശോധിച്ച് ശരിയുത്തരം കണ്ടെത്താം. പ്രെസ്ബിയോപ്പിയ കണ്ണുകളെ എങ്ങനെ ബാധിക്കുന്നു എന്നും അത് എങ്ങനെ പരിഹരിക്കുന്നു എന്നും നോക്കാം. പ്രെസ്ബിയോപ്പിയ ഉള്ള ഒരാൾക്ക് ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരേ സമയം ഉണ്ടാകാം. ഇവർക്ക് കോൺകേവ്, കോൺവെക്സ് ലെൻസുകൾ അടങ്ങിയ ബൈഫോക്കൽ ലെൻസുകൾ ആവശ്യമായി വരുന്നു. ആദ്യം മുകൾ ഭാഗം പരിശോധിക്കാം. അകലെയുള്ള വസ്തുക്കളെ കാണാൻ നമ്മൾ സാധാരണയായി നേരെയാണ് നോക്കുന്നത്. കണ്ണടയുടെ മുകൾ ഭാഗത്ത് ഒരു കോൺകേവ് ലെൻസ് നൽകിയിരിക്കുന്നു. ഇത് ദൂരക്കാഴ്ച സുഗമാക്കുകയും ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുകയും ചെയ്യുന്നു. ഇനി താഴ്ഭാഗം നോക്കാം. വായിക്കുമ്പോഴോ അടുത്തുള്ളവ നോക്കുമ്പോഴോ കണ്ണുകൾ സ്വാഭാവികമായും താഴേക്കാണ് നോക്കുന്നത്. കണ്ണടയുടെ താഴത്തെ ഭാഗത്ത് ഒരു കോൺവെക്സ് ലെൻസ് ആണ് നൽകുന്നത്. ഇത് അടുത്തുള്ള കാഴ്ച സുഗമാക്കുകയും ദീർഘദൃഷ്ടി പരിഹരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ അന്തിമ നിഗമനം എന്താണ്? മുകൾ ഭാഗം ദൂരക്കാഴ്ചയ്ക്കുള്ള കോൺകേവ് ലെൻസ് ആണ്. താഴ്ഭാഗം അടുത്തുള്ള കാഴ്ചയ്ക്കുള്ള കോൺവെക്സ് ലെൻസ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഗംഭീരം. നമ്മൾ ഈ ആശയം പൂർണ്ണമായും മനസ്സിലാക്കി. ഹാപ്പി ലേണിംഗ്.